നമസ്കാരം. ദേവാനന്ദ എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടി, അതായത് മാളികപ്പുറം സിനിമയിൽ അഭിനയിച്ച കൊച്ചു പെൺകുട്ടിയുടെ കാലിൽ ഒരു മധ്യവയസ്കൻ ഒന്ന് തൊട്ട് വന്ദിച്ചു അത്രേ. ആദരം കൊണ്ടോ സ്നേഹം കൊണ്ടോ എന്തായാലും. പോരെ പൂരം. ഇസ്രായേൽ ഹമാസുകാരെ തകർക്കുവാൻ ഉപയോഗിക്കുന്ന ബോംബിനേക്കാളും സ്ഫോടശക്തിയോടുകൂടി, അല്ലെങ്കിൽ റഷ്യ ഉക്രൈനിലേക്ക് വിടുന്ന ബാലഷ്കി മിസൈലുണ്ടല്ലോ, ആണവായുധം വഹിക്കാൻ പറ്റുന്ന പല ഓർമ്മനകളുള്ള, അതിനേക്കാളും വലിയ ഉഗ്ര നാശീകരണ സ്വഭാവത്തോടുകൂടി മനോരമ മാധ്യമങ്ങളൊക്കെ ഈ വിഷയത്തെ അങ്ങ് കത്തി ജ്വലിപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരിക്കും. ആ കൊച്ചു പെൺകുട്ടിയുടെ കാലിൽ തൊട്ട് വന്നിച്ചതിനെ തുടർന്ന് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ആദരവ് കൊണ്ടോ അല്ലെങ്കിൽ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ബഹുമാനം കൊണ്ടോ ആ കുട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിനോടുള്ള സ്നേഹം കൊണ്ടോ ആ മനുഷ്യൻ അവളുടെ കാൽ തൊട്ട് വന്നിച്ചുവെങ്കിൽ അതിലെന്താ ഇത്ര തെറ്റ്? അതല്ല ആ കൊച്ചു പെൺകുട്ടിയല്ല, വേറെ ഏത് പെൺകുട്ടിയാണെങ്കിൽ എന്താ? ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കാലിൽ, ഒരു കൊച്ചു കുഞ്ഞിനെ ദേവിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. എന്നെ പോലെയുള്ള ആൾക്കാർ, ഈ ഉള്ളവനടക്കം ശബരിമലയ്ക്ക് പോയ സമയത്ത് മല കയറുമ്പോൾ കാണുന്ന കൊച്ച് മാളികപ്പുറങ്ങളുടെയും അയ്യപ്പന്മാരുടെ, കുഞ്ഞയ്യപ്പന്മാരുടെയും കാൽ തൊട്ട് വന്നിക്കാറുണ്ട്. അപ്പോൾ ഉണ്ടാകുന്നത് ആ ആത്മചൈതന്യത്തിൽ, ആ കൊച്ചു ശരീരത്തിനുള്ളിൽ കൊടുകൊള്ളുന്ന ആത്മചൈതന്യത്തെ വണങ്ങുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഇയാളും ചെയ്തത്, എല്ലാവരും ചെയ്തത് തന്നെയാണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ ഏത് പ്രായമുള്ള ആളിനെ കണ്ടാലും പ്രായം കുറഞ്ഞ ആൾക്കാരുടെ കാൽ തൊട്ട് വന്നിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ കണ്ടു കാണും, ചെസ് രംഗത്തെ ഭാരതത്തിലൊരു കൊച്ചു പെൺകുട്ടി ചെസ്സിലെ ഇപ്പോഴത്തെ മുതിർന്ന കാൾസൺ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ്റെ കാലിലേക്ക് ഒന്ന് തൊട്ട് തലോടിയാണ്, തൊട്ട് വന്നിച്ചിട്ടാണ് ആ സമ്മാനം അയാളിൽ നിന്ന് കൈപ്പറ്റിയത്. നോക്കൂ, ഇത് നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതെന്താണ് സംസ്കാരം? അത് വേറൊന്നുമല്ല, പുല്ലിലും പുഴുവിലും പറവയിലും മനുഷ്യനിലും അന്യജീവികളിലും എല്ലാം ഉള്ളത്, എന്നിലുള്ളത് ആ ആത്മചൈതന്യം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിൻ്റെ ആ ചൈതന്യം കൊള്ളുന്ന ശരീരത്തിൻ്റെ മേലൊന്ന് തൊട്ട് തലോടുന്നത്, അല്ലെങ്കിൽ തൊട്ട് വന്നിക്കുന്നത്, തൊഴുന്നതും നമസ്തേ പറയുന്നതും, തേ നമ നിന്നെ നമസ്കരിക്കുന്നു എന്ന് പറയുന്നതും, തത്വമസി അത് നീ തന്നെയാണ്, ഞാൻ തന്നെയാണെന്ന് പറയുന്നതുമെല്ലാം ഇത് തന്നെയാണ്. ആ ആത്മചൈതന്യത്തെ വണങ്ങുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഹരിയെന്ന എൻ്റെ ഈ ഉടുപ്പെടുത്ത് അവളോട്ടിട്ടിട്ട് ഹരിയാണെന്നും പറഞ്ഞ് അതിനെ നോക്കി വണങ്ങിയിട്ട് കാര്യമില്ല. ഉടുപ്പിനകത്ത് ഞാനുണ്ടെങ്കിലേ വണങ്ങിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ആ ഈ ശരീരത്തിനുള്ളിൽ, ഞാനെന്ന ശരീരത്തിനുള്ളിൽ എൻ്റെ ആത്മചൈതന്യം കുടികൊള്ളുന്നത് നിന്നെപ്പോലെ തന്നെയാണ്, നീ തന്നെയാണ്. ഒരേ വിളക്കിൽ നിന്നും കൊളുത്തപ്പെട്ട ഒരേ ദീപത്തിൽ നിന്നും കൊളുത്തപ്പെട്ട പല വിളക്കുകളിലൂടെ കൈമാറി വന്ന ചൈതന്യം, പ്രകാശമാണ് നിന്നിലും എന്നിലും പുഴുവിലും പൂക്കളിലും എല്ലാം ഉള്ളതെന്ന് മനസ്സിലാക്കുന്നവൻ അന്യനെ സ്നേഹിക്കുവാനും പ്രേമിക്കുവാനും പ്രണയിക്കുവാനും അതോടൊപ്പം തന്നെ അവരെ ബഹുമാനിക്കുവാനും അവരെ കൂടെ ചേർന്ന് നിർത്തുവാനും തുടങ്ങും. അപ്പോൾ കാല് തൊട്ട് വന്നിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നോക്കൂ, മാർപ്പാപ്പ അടക്കമുള്ള മതമേലധ്യക്ഷന്മാർ ഒരു ദിവസം എല്ലാവരുടെയും കാല് കഴുകി കാലിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശി വന്ദിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അത് പ്രായം നോക്കിയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. മനോരമേ ആണോ? അല്ലല്ലോ. നോക്കൂ, നോർത്ത് ഇന്ത്യയിലേക്ക് ചെല്ലൂ, എല്ലാവരുടെയും കാൽ തൊട്ട് വന്നിക്കുന്നത് കാണാം. പ്രായമുള്ളവരുടെ എല്ലാവരുടെയും ആര് കണ്ടാലും അവർ പ്രായമുള്ള, എൻ്റെ കാൽ തൊട്ട് വന്നിച്ചിട്ടുണ്ട്, ഞാൻ പലരുടെയും കാൽ തൊട്ട് വന്നിച്ചിട്ടുണ്ട്. ഈ കാൽ തൊട്ട് വന്നിക്കുന്നതിലൊരു വൃത്തികെട്ട രീതിയിൽ ചിന്തിച്ചതിൻ്റെ കാരണം ആ ദേവാനന്ദ എന്ന പെൺകുട്ടി അത് മാളികപ്പുറം എന്ന സിനിമയിൽ അഭിനയിച്ചു. അത് എന്തോ പിന്നീട് എന്തൊക്കെ വിവാദങ്ങളൊക്കെ വന്നു അതിനെക്കുറിച്ചൊക്കെ. ഇതൊക്കെയാണ് കാരണങ്ങളാണ്, വളരെ സങ്കുചിതമായ കാരണങ്ങളാണ്. പക്ഷേ എല്ലാ ജീവജാലങ്ങളെയും, എല്ലാ ജീവചൈതന്യത്തെയും ഒന്നായി കരുതുന്ന ആ മഹത്തായ ആചാരത്തെ, കാലതൊട്ട് വന്നിച്ച് ബഹുമാനിക്കുന്ന ആചാരത്തെ, അത് പ്രായം കുറഞ്ഞതിനെയോ പ്രായം കൂടിയതിനെയോ ആരെ വേണമെങ്കിലും കാലതൊട്ട് വന്നിക്കാം. ഏതൊരു കൊച്ചു പെൺകുട്ടിയെയും കാണുമ്പോൾ അത് ദേവിയാണെന്ന് കരുതി, ഈശ്വരനാണെന്ന് കരുതി അവളുടെ കാലിൽ തൊട്ട് വന്നിക്കുന്ന ഒരു ഏർപ്പാട്, ചടങ്ങ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്താ ഇത്ര തെറ്റ്? ഒരു തെറ്റുമില്ല. അതുകൊണ്ട് അവളെ ഞാൻ ദേവിയായി, ഭഗവതിയായി, അല്ലെങ്കിൽ അമ്മയായി, അല്ലെങ്കിൽ സഹോദരിയായി, അതുമല്ലെങ്കിൽ പരംപൊരുളായി, പരാശക്തിയായി കണ്ടുകൊണ്ട് അതിനെയാണ് വന്നിക്കുന്നത്. അപ്പം ഈ മാതിരി പരിപാടിയും കൊണ്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളുടെ പൂർവ്വ ചരിത്രം എന്താണെന്നും സംസ്കാരം എന്താണെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്നും ഒക്കെ ഒന്ന് പഠിച്ചിട്ട് അതിനെ ഗുണകരമായ രീതിയിൽ, അതിനെ വളർത്തുന്ന രീതിയിൽ, അതിനെ പോഷിപ്പിക്കുന്ന രീതിയിൽ വേണം വാർത്തകളിടാൻ. ഈ മാതിരി വാർത്തകൾക്ക് വേറൊന്നാണ് പറയേണ്ടത്. ഏതായാലും മാധ്യമത്തിൽ അത് പറയുവാൻ പാടില്ലാത്തതുകൊണ്ട് നിർത്തുന്നു. എല്ലാവരുടെയും കാല് തൊട്ട് വന്നിക്കൂ, എല്ലാവരെയും ആശ്ലേഷിക്കൂ, എല്ലാവരെയും സ്നേഹിക്കൂ, എല്ലാവരെയും പ്രണയിക്കൂ, എല്ലാവരെയും ഞാൻ എന്ന ചൈതന്യമാണ് നീയും ഞാനും എല്ലാം എന്ന് കരുതൂ.